ഇനിയേ ഇനിയേ വാസുവായിരുന്നേ. അപ്പൊ ഇപ്പാരാ? ഒന്ന് താഴേക്ക് വന്നേ. ദാ വരുന്നു. ശരിക്കും പിടിക്കേ. ഇവിടെ കടകളൊക്കെ നേരത്തെ അടയ്ക്കും. നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നി, അതാ പൊതിഞ്ഞിങ്ങെടുത്ത്. പിന്നെ ഇവൻ കൂടെ വരാന്ന് പറഞ്ഞപ്പോ എനിക്കും ധൈര്യമായി. ഇല്ലെങ്കിൽ ഇവിടെ ആരും ഈ സമയത്ത് പുറത്തിറങ്ങാറില്ല. ഞാൻ വിക്ടർ. ദാ ഇത് വെച്ചോ. ഇങ്ങോട്ട് തന്നെ. ജാതി ഇട്ട് വാറ്റിയ നല്ല വാറ്റാ. ഇക്കാര്യത്തിൽ എല്ലാവരും ജാതിയാ. വാറ്റുകാരനല്ലേ? ഏയ് വാറ്റുകാരനൊന്നുമല്ല, പക്ഷെ വേണ്ടി വന്നാ വാറ്റും അല്ലേ സാറേ? ഇവൻ അറിയാത്ത ഒരു പരിപാടിയില്ല. ദേ ഇതും കൂടി അങ്ങ് വെച്ചോ. നിങ്ങളിവിടെ വന്നപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഒന്ന് പരിചയപ്പെടണമല്ലോ. പിന്നെ തണുപ്പൊക്കെ അല്ലേ, 2 എണ്ണം അടിച്ചിട്ട് കിടന്ന ഒട്ടും പേടി തോന്നത്തില്ല. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, അതൊക്കെ ഒരു ത്രില്ലല്ലേ. പിന്നെ കഴിക്കുന്നതൊക്കെ കൊള്ളാം. ബോധം കെട്ട് കിടന്ന് ഉറങ്ങരുത്. ചുറ്റിലൊരു ശ്രദ്ധ വേണം. എവിടെന്നാ എപ്പോഴാ ഇറങ്ങി വരുന്നെന്ന് പറയാനൊക്കത്തില്ല. മനുഷ്യരക്തത്തിന്റെ രുചി അറിഞ്ഞവനാണ് അവൻ. സൂക്ഷിക്കണം. ഏകദേശം ഇയാളുടെ പ്രായം വരും എൻ്റെ അപ്പു. എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് വന്ന ദിവസം കൂട്ടുകാരൊത്ത് ആഘോഷിക്കാൻ പോയതാ. ആറ്റിലെ കളി ആഘോഷമൊക്കെ കഴിഞ്ഞു വന്നപ്പോ കയ്യിലെ വാച്ച് ആറ്റുവക്കിൽ വെച്ച് മറന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. പിറ്റേ ദിവസം സാറേ സാറേ സാർ വന്നേ. എന്താ സാറേ സാർ വാച്ച് കിട്ടിണ്ടാവോ? കർമ്മങ്ങൾ ചെയ്യാൻ പോലും ബാക്കി വച്ചില്ല. 26 കൊല്ലം ഈ കാടിനെയും മൃഗങ്ങളെയും ആരും ഒന്നും ചെയ്യാണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സേവനമനുഷ്ഠിച്ചതിന് ഈ കാട് എനിക്ക് തന്ന പ്രതിഫലം. നിങ്ങളതിനെ പിടിക്കണം. നിങ്ങൾക്ക് അതിന് പറ്റൂ. സാറേ വാ 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 എണീ. ഞങ്ങൾ പോയിക്കോട്ടെ. ശരി ശരി. സെന്റിയാക്കി വില കൂടിയ വാച്ചേക്കും. അല്ലാണ്ട് ഇങ്ങനെ മുക്കറിട്ട് കാര്യമില്ല. നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. നീ ഒന്ന് വിളിയടാ ജമ്പു. ഇനി പുലിയെ പിടിച്ചങ്ങനെ മുങ്ങിക്കാണൂ. നീ ഒന്ന് വിളിക്കേ. അതെ ഇവിടെ ഇവിടെ ഇങ്ങനെന്താ നാട്ടുകാരും കൂട്ടി വേഗം താഴേക്ക് ഇറങ്ങി വാ. എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കുക. പുലി ഇറങ്ങിണ്ടാവോ? എന്തായാലും പോയി നോക്കാം. വിലേ ഒന്ന് എളുപ്പം ഇറങ്ങി കുളിച്ചിട്ട് വാ. ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഓ ഇതാണ് കുരുതിമലക്കാവ്. ഈ നാടിന്റെ രക്ഷയും ശക്തിയുമൊക്കെ ഈ കാവാണ്. അവരെത്തി കേട്ടോ. ഇവിടെ എല്ലാരും കാത്തിരിക്കായിരുന്നു. ഇവിടെ ഏതാ പ്രതിഷ്ഠ? ഇവിടുത്തെ തേവരുടെ വിഗ്രഹം പുരാതന കാലത്തെ പഞ്ചലോഹ വിഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഈ തേവരുടെ ശക്തി കൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. അല്ല എന്താ ഇടയ്ക്ക് ഒരു ഒന്നുമില്ല. ഈ ഇത്രയും പുരാതനമായ വിഗ്രഹം എങ്ങനെയാ കള്ളന്മാര് കൊണ്ടുപോകാതെ നോക്കുന്നത്? അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. അതെ അതെ, തേവരുടെ വിഗ്രഹം അങ്ങനെയൊന്നും ഇവിടെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഉഗ്രവിഷമുള്ള കരിമൂർക്കന്മാരാ തേവർക്ക് കാവൽ. കൂടി വരാണല്ലോ. തേവരെ നമുക്ക് അങ്ങോട്ടേക്ക്. ഇനി ഈ പീഠത്തിലേക്ക് കയറി നിന്നോളുക 3 ആളും. അല്ല പേടിക്കട്ട, കേറിക്കോളൂ. ചെറിയൊരു രക്ഷാപൂജ. അപകടം പിടിച്ച പണിക്ക് വന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. അയ്യോ ചെരുപ്പ് പാടില്ല. ഇനി തൊഴുത് പ്രാർത്ഥിച്ചോളുക. കൂടെ പോന്നേക്കണേ. ഞങ്ങൾ കൊണ്ടുപോകും. സിറ്റിയിലേക്ക് വരണം. നീ അത് കണ്ടോ? ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രം കണ്ടാ
കത്തി അങ്ങോട്ട് നോക്കും. അങ്ങോട്ട്. ഹായ്, ആപ്പിളും പഴം മുറിക്കാൻ കത്തിയുണ്ടല്ലോ. നമസ്കാരം. കൈ നീട്ടു. ഓ, കുഴപ്പമില്ല, ഇത്തിരി ഭസ്മം തേച്ചാൽ മതി. അടുത്ത ആള് കൈ നീട്ടുക. ഞാനോ? ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്, വെറുതെ കത്തി അശുദ്ധമാക്കണ്ട. തേവർക്ക് ജാതി മത ഭേദമൊന്നുമില്ല. ആ കൈ അങ്ങോട്ട് നീട്ടുക. നീട്ടിക്കോളൂ. കൈ നീട്ടുക. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഞാൻ നിരീശ്വരവാദിയാ. ഇല്ലാട്ടാ പൂജാരി ചേട്ടാ, ഇവൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോണ നല്ല കട്ട വിശ്വാസിയാ. വെള്ളം മുറിക്കുക. കൈ നീട്ടുക. വെള്ളം പിടിക്കരുത്, ചോര കൂടുതൽ പോവും. മുറിക്കുക. മുറിച്ചോളാം. ഭാഗ്യം വരലുണ്ട്. ഇനി ആ രക്തം കൊണ്ട് നെറ്റിയിൽ തിലകം ചാർത്തിക്കോളൂ. ഗോപി ഗോപി. തിരുമേനി വല്ലാത്ത രക്ഷയിപ്പി മെമ്പറെ. വിഷമിക്കണ്ട, രക്തം കൊണ്ട് തേവരുടെ മുന്നിൽ ഗുരുതി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ആ, ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. കാണാം. അതെന്താ ഈ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേകതരം വെളിച്ചം പുറത്തേക്ക് വന്നു? അതോ, തേവരുടെ നെറ്റിയിൽ ഒരു അപൂർവ രത്നമുണ്ട്. അതിൽ ഈ പ്രഭാത സൂര്യരശ്മികളൊന്ന് പതിക്കുമ്പോൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങും. ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹവും രത്നമൊക്കെ ഇങ്ങനെ ആരും നോക്കാനില്ലാണ്ട് കാടിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ റിസ്ക് ആണ് അല്ലേടേ? പിന്നെ സർപ്പങ്ങളുടെ കാവലുണ്ട്. തേവർ ഇവിടുന്ന് കൊണ്ടുപോകാൻ പണ്ടൊരു സർക്കസുകാരൻ നോക്കിയതാ. അയാൾ അതിനെ അനുഭവിക്കുകയും ചെയ്തു. ഞാനിവിടെ അന്ന് ഫോറസ്റ്റ് റേഞ്ചറായിട്ട് വന്ന കാലത്താണ് ഇവിടെ സർക്കസ് കളിക്കാൻ വന്നൊരു ബിരുദൻ തേവരുടെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീറും അന്ന് കാട്ടിൽ സെർച്ചിന് പോയതായിരുന്നു. കാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു അനക്കം കേട്ട് നിൽക്കുക. കാവിന്റെ മുകളിൽ തേവരെയും പിടിച്ച് നിൽക്കുക അവൻ. ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും തേവരം കൊണ്ട് അവൻ ഓടി. പുറകെ ഞങ്ങൾ. ഭാഗ്യത്തിന് കൃത്യസമയത്ത് മെമ്പറും മാത്യൂസും അവിടെ. ഞാൻ സർവീസ് റിവോൾവർ എടുത്ത് അവന്റെ കാല് നോക്കി വെടിവെച്ചു. അതോടെ തേവരെ അവിടെ ഇട്ടിട്ട് അവൻ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരറിഞ്ഞ് ചെന്നപ്പോഴേക്കും അയാള് കൊച്ചിനെ കൊണ്ട് പുഴ നീന്തി കടന്നു. പക്ഷേ ആരോ സർക്കസുകാരന്റെ ടെന്റിന് തീയിട്ടപ്പോ അതിലയാളുടെ ഗർഭിണിയായി ഭാര്യ പെട്ടുപോയി. ഒരു കണക്കിന് അവന് തേവര് കൊടുത്ത ശിക്ഷയാ.